ഹായ് ഗൈസ്, വെൽക്കം. വണക്കം. നമ്മുടെ മമ്മൂക്കയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ന്യൂസ് ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ന്യൂസ്. അത് ഫേക്കാണോ അത് റിയൽ ആണോ എന്നുള്ള കാര്യം, പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സ്ഥിരീകരണങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് എന്താണെന്നുള്ള കാര്യം പരിശോധിക്കുകയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മഹാനടൻ മമ്മൂട്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് ഇല്ല എന്നുള്ള രീതിയിൽ രണ്ട് തരത്തിലാണ് ഈ ഒരു കാര്യങ്ങളുടെ ന്യൂസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു സംഭവങ്ങളിലേക്ക് കടക്കാം. എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. വരുൺ ആർ എന്ന് പറയുന്ന അദ്ദേഹം എന്താണ് ട്വിറ്ററിനകത്ത് കുറിച്ചേക്കുന്നത്, ഷൂട്ടിംഗ് പോസ്റ്റ്പോൺഡ് ആസ് മമ്മൂട്ടി ഈസ് നോട്ട് കീപ്പിംഗ് വെൽ, ഹീസ് ഡയഗ്നോസ്ഡ് വിത്ത് എ സീരിയസ് ഇൽനെസ്. ദുൽഖർ ഓൾസോ ഹാസ് ടേക്കൺ എ ബ്രേക്ക് ഫ്രം ദ സ്കെഡ്യൂൾ ഓഫ് ഐ ആം ഗെയിം, പ്രേയിങ് ഫോർ എ ഫാസ്റ്റ് റിക്കവറി ഓഫ് മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ട്വിറ്ററിൽ വന്നിട്ടുണ്ടാകും. വരുൺ ആർ എന്ന് പറയുന്ന വ്യക്തി ഇട്ടിട്ടുള്ള സംഭവമാണ്. അതിനകത്ത് നിന്ന് വരുന്ന ന്യൂസ് ഇങ്ങനെയാണ്: മമ്മൂട്ടി ക്യാൻസർ ബാധിച്ചു, 1 മാസമായി അഭിനയത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നു, ഷൂട്ടിംഗ് നീട്ടിവെച്ച് ദുൽഖർ. കൊച്ചി: മമ്മൂട്ടിക്ക് ക്യാൻസർ ബാധിച്ചോ? സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യമാണിത്. വരുൺ ആർ എന്ന വ്യക്തിയിട്ട പോസ്റ്റാണ് എക്സിലിട്ട പോസ്റ്റാണ് ചോദ്യത്തിന് ആധാരം. മമ്മൂട്ടിക്ക് ചില ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഷൂട്ടിംഗ് നീട്ടിവെച്ചതായി ട്വിറ്ററിൽ പറയുന്നു. ഇതിനിടെ മകൻ ദുൽഖർ സൽമാനും ഷൂട്ടിംഗ് നീട്ടിയിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം. ഔദ്യോഗിക സ്ഥിരീകരണങ്ങളില്ലെങ്കിൽ സംഗതി സത്യമാണെന്നാണ് ഓൺലൈൻ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ട്. ഓൺലൈൻ മാധ്യമങ്ങൾ എങ്ങനെ നൽകുന്ന റിപ്പോർട്ട് കൊടുക്കും? അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് പുറത്തു വരുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്: കുറച്ച് നാളുകളായി മമ്മൂട്ടി സ്ഥിരമായി ഛർദ്ദിക്കാറുണ്ട്. ഇതേ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പരിശോധന നടന്നു. പിന്നീട് വിദഗ്ധ പരിശോധനയ്ക്കായി ചെന്നൈയിലേക്ക് പോയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പരിശോധനയിൽ ക്യാൻസർ ബാധ സ്ഥിരീകരിച്ചെന്നാണ് ഓൺലൈൻ മാധ്യമം പറയുന്നത്. ചെറുകുടലിലാണ് ക്യാൻസർ കണ്ടെത്തിയത് എന്നും പേടിക്കേണ്ടതില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കാൻ മമ്മൂട്ടിയും ജീവനക്കാരും ബന്ധുക്കളും തയ്യാറായില്ല. 1 മാസമായി മമ്മൂട്ടി അഭിനയ രംഗത്ത് നിന്ന് വിട്ടു നിൽക്കുകയാണെന്ന് മറ്റൊരു റിപ്പോർട്ട്. ദുൽഖർ സൽമാൻ അഭിനയത്തിൽ നിന്നും സമാനമായ രീതിയിൽ വിട്ടു നിൽക്കുകയാണെന്നും ഓൺലൈൻ മാധ്യമം പറയുന്നു. ഇത് സ്ഥിരീകരിക്കുന്ന വിധമാണ് സിനിമാ പ്രവർത്തകരുടെ പ്രതികരണം. ഇതിനിടയിൽ മഹേഷ് നാരായണ ചിത്രം ഈ മാസം അവസാനത്തിലേക്ക് നീട്ടിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ചിത്രത്തിൻ്റെ കൊച്ചി ഷെഡ്യൂൾ ഈ മാസം അവസാനത്തേക്ക് നീട്ടിയതിനാൽ മമ്മൂട്ടി കുടുംബസമേതം ചെന്നൈയിലാണെന്നും വാർത്തകൾ വന്നിരുന്നു. ദുൽഖറിനും സുറുമിക്കുമൊപ്പം മമ്മൂട്ടിയും സുൽഫത്തും ചെന്നൈ എയർപോർട്ടിൽ നടന്നു വരുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങൾ വൈറലാവുകയും ചെയ്തു. മമ്മൂട്ടിക്കും സുൽഫത്തിനുമൊപ്പം ദുൽഖറിനെ പല വേദികളിലും കാണാറുണ്ട്. പക്ഷേ മകൾ സുറുമിയെ അപൂർവമായി മാത്രമേ ഇവരോടൊപ്പം കാണാറുള്ളൂ. അതിനാൽ തന്നെ 4 പേരും ഒരുമിച്ചുള്ള വീഡിയോ ഇതിനകം ശ്രദ്ധ നേടിക്കഴിഞ്ഞു. തന്നെയും കുടുംബത്തെയും ഷൂട്ട് ചെയ്യുന്ന ക്യാമറാമാനെ നോക്കി മമ്മൂട്ടി പുഞ്ചിരിക്കുന്നതും വീഡിയോയിൽ വ്യക്തമാണ്. ചിത്രരചനയിലാണ് മകൾ സുറുമിക്ക് താല്പര്യം. ബാംഗ്ലൂരിലെ ലൈറ്റ് ഹൗസ് ഇന്റർനാഷണൽ സ്ഥാപനത്തിൽ ചിത്രരചന പഠിക്കുകയാണ് സുറുമി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ന്യൂസ് വന്നേക്കുന്നത്. ഇതിനകത്ത് കുറച്ചുകൂടെ വിശദമായിട്ട് നമുക്കൊരു ന്യൂസ് വന്നിട്ടുണ്ട്, അത് കേൾക്കാം. മമ്മൂട്ടിയുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് നിലവിൽ പല ഊഹാപോഹങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. റമദാൻ കാലം കൂടിയായതിനാൽ ഷൂട്ടിംഗ് റദ്ദാക്കി മമ്മൂട്ടിയും ദുൽഖറും ചെന്നൈയിൽ താമസിച്ചു വരികയാണ്. അതിനിടെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ ചില പോസ്റ്റുകൾ എത്തിയത്. നിലവിൽ അദ്ദേഹത്തിന് കുടലിൽ ക്യാൻസർ സ്ഥിരീകരിച്ചതായാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത്. ട്വിറ്ററിലും മറ്റുമായി ചില ട്വീറ്റുകളിൽ ചൂണ്ടിക്കാട്ടിയത് മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന രീതിയിൽ വരികയും ഈ പ്രചരണം ശക്തമാവുകയുമായിരുന്നു. നടന്നുണ്ടായ ആരോഗ്യകരമായ പ്രശ്നങ്ങളെ തുടർന്ന് മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണെന്നാണ് വരുൺ എന്നയാൾ ട്വീറ്റ് ചെയ്തത്. എന്തു പറ്റി മമ്മൂട്ടിക്ക് എന്ന ചോദ്യത്തിന് അദ്ദേഹം ക്യാൻസർ സ്ഥിരീകരിച്ചതായും മറുപടി നൽകി. ഇതുകൂടാതെ മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സൈബർ ഇടങ്ങളിൽ പലതരത്തിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. താരത്തിന് ആക്ച്വലി ഇതിനകത്ത് നിന്നുള്ള സംഭവം ഒരു ഊഹാപോഹത്തിൻ്റെ സംഭവമാണ്. അത് ഔദ്യോഗികമായിട്ട് ആരെങ്കിലും പറയാത്ത രീതിയിൽ നമുക്കൊരിക്കലും ഇത് സ്ഥിരീകരിക്കാനോ അല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. അഥവാ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിലും അത് ക്യൂറബിൾ ആണ് എന്നുള്ള രീതിയിലേക്കുള്ള ന്യൂസൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു സാധനത്തിൻ്റെ അകത്ത് ഈ ഷൂട്ട് നിർത്തി വെച്ചിട്ട് അദ്ദേഹം ഷൂട്ടിലാണെന്നും അതുപോലെ തന്നെ ഷൂട്ട് നിർത്തി വെച്ച് അദ്ദേഹം ഇനി അടുത്ത് US പോകുന്നു എന്നുള്ള കാര്യങ്ങളടക്കമാണ് ഇതിനകത്ത് വരുന്ന ന്യൂസ്. മറ്റൊരു ഇത് കേൾക്കാം. Shooting postponed as Mammootty is not keeping well. He is diagnosed with a serious illness. Dulquer also has taken a break from the schedule of I'm Game, praying for a fast recovery of Mammootty. വരുണിന്റെ ട്വീറ്റ് പൊടുന്നതിനെ സോഷ്യൽ മീഡിയയിൽ വൈറലായി. നിരവധി ആളുകൾ സംശയങ്ങൾ, വാട്ട് ഈസ് ദിസ് ന്യൂസ് ഓൺ ഇൻസൈഡ് ബിറ്റ്വീൻ സുബർദിത്ത് Mammootty taking break എന്നൊക്കെ എനി ലെജിറ്റിമേറ്റ് സ്കോപ്പ്. വരുൺ മറുപടി ഇരിക്കുന്നു, കോളൻ ക്യാൻസർ പ്ലാനിംഗ് ടു ഗോ ടു US ഫോർ ട്രീറ്റ്മെന്റ്. ഓക്കെ, കോളൻ ക്യാൻസർ എന്ന് പറയുന്ന രീതിയിലേക്കാണ് ഈ ഒരു സംഭവം വിട്ട് കുടലിൽ വന്നേക്കുന്ന ക്യാൻസർ എന്നുള്ളത്. അപ്പോളോ ചെന്നൈ കുടലിന് ക്യാൻസർ ആണെന്നും അദ്ദേഹം ചെന്നൈയിൽ അപ്പോളോയിലാണെന്നും ഇപ്പോൾ അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് പോകുന്നതാണ് വരുണിന്റെ കുറിപ്പ്. ശ്രദ്ധേയമായ മറ്റൊരു കുറിപ്പ്, മഹേഷ് നാരായണൻ പടം ഇക്കായ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഡ്രോപ്പ് ആയെന്നും പോസ്റ്റ്പോൺ ചെയ്തു എന്നുമൊക്കെ ആസ്റ്ററിലും കാണിച്ചു വന്ന റിപ്പോർട്ടുകളുണ്ട്. മമ്മൂട്ടിയുമായി ബന്ധമുള്ള ചിലരോട് പറഞ്ഞ അമൃതയിൽ കാണിച്ചതാണ്. അതേസമയം അടുത്ത ബന്ധമുള്ള മറ്റു ചിലർ പറഞ്ഞത് ആസ്റ്ററിൽ കാണിച്ചതാണ്. പരിശോധനയിൽ മമ്മൂട്ടിക്ക് ക്യാൻസറിന്റെ ലക്ഷണം തുടക്കം ഉള്ളതായി കണ്ടെത്തി. കുടലിനാണ് ചെറിയ ക്യാൻസർ ബാധിച്ചിരിക്കുന്നത്. അത് ഗൗരവം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സംഭവം. അതായത് പുള്ളിക്കാരൻ്റെ വൊമിറ്റിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളൊരു കാര്യം മാത്രമാണ്. അത് തുടക്കമാണെങ്കിൽ തീർച്ചയായിട്ടും അത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഒന്നാമത്തെ കാര്യം, മമ്മൂക്കയെ നമ്മൾ എപ്പോഴും കാണുന്നു വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലവും അദ്ദേഹം കാത്തു സൂക്ഷിച്ചു പോകുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു യൗവനം അല്ലെങ്കിൽ ആ ഒരു
പ്രായത്തിനെ വെല്ലുന്ന രീതിയിലുള്ള ആ ചുറുചുറുക്കും ഇതൊക്കെ തന്നെയാണ് അല്ലേ. ഈ പ്രായത്തിലൊക്കെ സാധാരണ രീതിയിലുള്ള ആൾക്കാർ, ഞാൻ അങ്ങനെ പറയുന്നതല്ല എങ്കിലും, പക്ഷേ അത് വെച്ച് നോക്കുമ്പോഴേക്കും അദ്ദേഹം വളരെ നമ്മളെ ഇന്നും അടിപൊളിയായിട്ട് നമ്മൾ കാണുന്ന ഒരു പൗരുഷമുള്ള ഒരു രൂപമാണ് അദ്ദേഹം. അപ്പോൾ അത്രത്തോളം ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള മമ്മൂക്കയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ തുടക്ക കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അത് പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും. അതിനുള്ളൊരു ആദിയും വ്യാധിയും ഒക്കെ സ്പ്രെഡ് ആവുന്നതിൻ്റെ കാര്യം ഇല്ലെന്ന് തോന്നുന്നു. ഒരു സ്റ്റേജിലെ അല്ല, ഒന്നാമത്തെ സ്റ്റേജാണ്. തുടർന്ന് ചെന്നൈ അപ്പോളയിലേക്ക് മാറ്റുകയായിരുന്നു. മമ്മൂട്ടിയുടെ മകൾ സുറുമയുടെ ഭർത്താവ് അപ്പോളയിലെ ഡോക്ടറാണ്. അവിടെ വിശദമായ മെഡിക്കൽ പരിശോധന നടത്തി പേടിക്കാൻ ഒന്നുമില്ലെന്നും പ്രാഥമികമായ ഘട്ടത്തിലാണെന്നും അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് തുടർന്നും അഭിനയിക്കാൻ ഒരു തടസ്സവുമില്ല എന്നും വ്യക്തമായിട്ടുണ്ട്. വളരെ വിശദമായ പരിശോധന. അടിപൊളി. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. അതായത് അദ്ദേഹത്തിന് ഇങ്ങനെ ഈ പറയുന്ന കുട്ടിഘോഷിക്കുന്ന തരത്തിലുള്ള ന്യൂസുകൾ വരുന്നത് പോലെയൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു സാധനത്തിന് തുടക്കമായതുകൊണ്ട് തന്നെ അപ്പോളയിൽ ട്രീറ്റ്മെൻറ്റ് മകളും അടുത്ത ഡോക്ടറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം എത്രയും പെട്ടെന്ന് റിക്കവറായി അടുത്ത സിനിമ ഇനിയൊക്കെ ബിലാൽ വരാനിരിക്കുന്നു, എത്ര സിനിമകൾ വരാനിരിക്കുന്നു. ഇതൊക്കെ പിന്നെ ആരഭിനയിക്കുന്ന നമ്മളെ മമ്മൂക്ക പൂർണ്ണ ആരോഗ്യവാനായിട്ട് തിരിച്ചു വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ഈ ഒരു ചെറിയ നമ്മളെല്ലാവരും മനുഷ്യരല്ലേ, നമുക്ക് ചെറിയ രോഗങ്ങളൊക്കെ വരും. ഓക്കെ, പ്രായം കൂടുന്ന പ്രായാധിക്യമായിട്ടുള്ള രോഗങ്ങൾ വരും. അപ്പോൾ ആ രോഗം വരുമ്പോൾ എന്ത് ചെയ്യും? ആ രോഗത്തിന് മാറ്റാൻ പറ്റിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും മറ്റുള്ള കാര്യങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹം ആ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് നല്ല ആരോഗ്യ ദൃഢഗാത്രനായി പൂർവാധിക ശക്തിയോടുകൂടി തിരിച്ചു വരുന്നത് കാണാൻ കുറച്ച് ദിവസം എടുക്കും. ചെറിയ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പുള്ളി തിരിച്ചു വരും. അല്ലാതെ പിന്നെ അവിടെ പോരാ നടത്തിയത്. അതുകൊണ്ടാണ് മലദ്വാരത്തിൽ ക്യാൻസർ എന്ന തരത്തിലൊക്കെ ചില വാർത്തകൾ പറയുന്നത്. വാസ്തവത്തിൽ ചെറിയ ക്യാൻസറിന്റെ തുടക്കം മാത്രമാണ് എന്ന് വ്യക്തമായി. ബയോപ്സി കഴിച്ചു, അതും സ്ഥിരീകരിച്ചു. തുടർന്ന് റേഡിയേഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. മമ്മൂട്ടി ഇപ്പോൾ ചെന്നൈയിലെ തന്റെ വീട്ടിൽ തന്നെ താമസിക്കുന്നു. ഏറെ വൈകാതെ മമ്മൂട്ടിക്ക് റേഡിയേഷൻ ഉണ്ടാവും. ആ റേഡിയേഷനോട് കൂടി അവസാനിക്കും എന്നാണ് മെഡിക്കൽ സംഘം പറയുന്നത്. മറ്റ് കീമോ അടക്കമുള്ള ചികിത്സകൾ ആവശ്യമില്ല. ആ റേഡിയേഷനിലൂടെ റേഡിയേഷനിലൂടെ അത് ക്ലിയർ ആവുമെന്നാണ്. അപ്പോൾ കീമോ ആവശ്യമില്ല എന്നും പറയുന്നത്. കീമോ ആവശ്യമില്ലെങ്കിൽ തന്നെ തീർച്ചയായിട്ടും മമ്മൂക്കയുടെ ആ ഒരു മൊത്തത്തിൽ ആ ഒരു കാര്യത്തിന് അത് പെട്ടെന്ന് തന്നെ അത് ക്ലിയർ ആകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ആ ഒരു ന്യൂസിനകത്ത് നമുക്കിപ്പം വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. രോഗം മാറും എന്നാണ് മമ്മൂട്ടിയുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതായത് പേടിക്കേണ്ടതായി ഒന്നുമില്ല. ക്യാൻസറിന്റെ ചെറിയ തുടക്കമായിരുന്നു. ചെന്നൈ അപ്പോളയിൽ അത് പരിശോധിച്ച് കണ്ടെത്തി. മമ്മൂട്ടിയുടെ മകൻ സ്വന്തമായി വലിയ പേരുള്ള നടനാണെങ്കിലും വാപ്പച്ചിയാണ് ദുൽഖറിനെല്ലാം. അതുകൊണ്ട് തന്നെ വാപ്പച്ചിക്ക് രോഗം ബാധിച്ചു എന്ന് വാർത്ത വന്നപ്പോൾ ദുൽഖറിനെത്തി. അങ്ങനെ കുടുംബസമേതം. അപ്പോൾ കുടുംബസമേതം മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ ഒഴിവുകാലത്തിനെ പോലെ അദ്ദേഹത്തിൻ്റെ ചെറിയൊരു അസുഖം വന്ന് ചെറുത് അത് സംഭവം വന്നിട്ടുണ്ട്. ഉടനെ ചെറിയൊരു തുടക്കം വന്നിട്ടുണ്ട്. ആ തുടക്കം വന്നിട്ടുള്ള ഒരു പെട്ടെന്ന് തന്നെ അത് ക്ലിയർ ആക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് കമൻറ്റുകൾ കാണാം. ഇത്രയധികം ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന മമ്മൂട്ടിക്ക് ക്യാൻസർ വരാമെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണോ? ഗെറ്റ് വെൽ സൂൺ. ഞങ്ങളെപ്പോലെ അനേകം പേരുടെ പ്രാർത്ഥന ശക്തിയാൽ മമ്മൂട്ടി കൂടുതൽ ആരോഗ്യത്തോടെ തിരിച്ചു വരും. തീർച്ചയായിട്ടും മമ്മൂക്കയ്ക്ക് വേഗം സുഖം പ്രാപിക്കട്ടെ. ദൈവത്തോട് പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും ആരോഗ്യത്തിലുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ക്യാൻസർ രോഗം ആർക്കും വരാതിരിക്കട്ടെ. തീർച്ചയായിട്ടും ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളിപ്പം വി ആർ ഹ്യൂമൻസ്. നമുക്ക് സ്വാഭാവികമായിട്ടും ചെറിയ ജലദോഷം മുതൽ വലിയ മാരക രോഗങ്ങൾ വരെ വന്ന് പോയൊക്കെ നിൽക്കും. അപ്പം ഈ സാധനങ്ങളെല്ലാം റെസിസ്റ്റ് ചെയ്ത് അതിൽ നിന്നും നമ്മൾ പ്രിക്കോഷൻ എടുക്കും. ചിലപ്പം അതിന് താണ്ടി ചിലപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് മറ്റു പലതും വന്നേക്കും. ആ സമയത്ത് നിശ്ചയദാർഢ്യത്തോടുകൂടി ആ ഒരു കാര്യത്തിനെ പെട്ടെന്ന് ട്രീറ്റ് ചെയ്ത് അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് നടക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് പ്രാർത്ഥിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്ക് ഏറ്റവും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ റിക്കവറിയിലൂടെ ചെറിയ സംഭവങ്ങളല്ലേ ഉള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരട്ടെ. ആ ഒരു തിരിച്ചു വരവിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇപ്പം ഞാനും അറിയുന്നത് ഈ ഒരു സാധനം അത്ര വലിയ ഒരു ഗുരുതരമായിട്ടുള്ള സംഭവം എന്നല്ല. ക്യാൻസർ എന്നുള്ളൊരു വാക്ക് ഭയങ്കര പേടിപ്പിക്കുന്നതാണ്. കാരണം പെട്ടെന്ന് കേൾക്കുമ്പോഴേക്കും നമ്മൾ ക്യാൻസറിൻ്റെ പലതരത്തിലുള്ള അവസാനങ്ങൾ 4th സ്റ്റേജിലേക്ക് കടന്നു പോയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ഒരു കാര്യം പോലെ ക്യാൻസർ എന്ന് വാക്ക് കേൾക്കുന്നത് വരും. ഒരുപാട് നമ്മുടെ ചുറ്റുപാടും ഞാനൊക്കെ ഒരുപാടെണ്ണം അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വളരെ കാലം കൊണ്ട് അറിയാതെ ഇരുന്ന് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കണ്ടെത്തിയതിന് ശേഷം അപ്പോഴേക്കും ഇത് കടന്നു പോയിട്ടുണ്ടാകും. ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഇന്ന് ഒരുമാതിരിപ്പെട്ട ക്യാൻസറുകളെല്ലാം നമുക്ക് ട്രീറ്റബിളാണ്. ട്രീറ്റ് ചെയ്ത് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ഒരു 4th സ്റ്റേജ് കടന്നു പോകുന്ന സംഭവങ്ങൾ മാത്രം അത് ശരിക്കും പറഞ്ഞ് ഡയഗ്നോസ് ചെയ്ത് വളരെ വൈകി അറിയുന്ന സംഭവങ്ങൾ മാത്രമാണ് ചെറിയ പ്രശ്നങ്ങൾ വരുന്നത്. മിക്കത് ഏറ്റവും കൂടുതൽ ഗുരുതരമായിട്ടുള്ളത് നമ്മുടെ ബ്രെയിൻ ട്യൂമർ പോലുള്ള സംഭവങ്ങൾ, മറ്റേ അവയവങ്ങളൊക്കെ ബാധിക്കുന്നത് തന്നെയാണല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനതിനെക്കുറിച്ച് കൂടുതൽ ക്ലാസ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായിരുന്നാലും നമ്മുടെ മമ്മൂക്ക തീർച്ചയായിട്ടും അടുത്ത ബിലാൽ പിന്നെ ഈ പറഞ്ഞ സിനിമകൾ എല്ലാം കൂടെ ചളവറാതെ ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ആശുപത്രിയിൽ ഇതൊക്കെ കഴിഞ്ഞ് ആ അസുഖമൊക്കെ മാറി ചിരിച്ചുകൊണ്ടെന്ന് ഞാൻ വന്ന് എന്താ തുടങ്ങാം ഷൂട്ട് തുടങ്ങാം എന്നൊക്കെ പറഞ്ഞ് വരുന്ന കാത്തിരിക്കാം. എനിവേ ഹെൽത്തി ആയിട്ട് നമുക്ക് ഒരു വെൽക്കം. അത്ര തന്നെ, അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഈ ഒരു സംഭവം ഒന്നും അധികം ആലോചിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആരാധകരൊന്നും വേദനിക്കാതിരിക്കുക. അത്രയേ ഉള്ളൂ. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ റിക്കവറായിട്ട് തിരിച്ചു വരട്ടെ. അതിനുവേണ്ടി നമുക്ക് എല്ലാവരും കാത്തിരിക്കാം. സോ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുന്ന